ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 17. ഇതെൻ്റെ പാറു തന്നെയാണോ? അച്ചുമോൻ്റെ പിറന്നാളിന് പോകാനായി ഒരുങ്ങി ചെമ്പകശ്ശേരിയിലേക്ക് വരുന്നവളെ കണ്ട് ലക്ഷ്മി കണ്ണുമിഴിച്ച് നിന്നുപോയി. കരിമ്പച്ച നിറത്തിലുള്ള പട്ടുപാവാടയും ബ്ലൗസുമിട്ട് മുടി വൃത്തിയായ ഒരു സൈഡിലേക്ക് പിന്നിക്കെട്ടി അതിൽ തുളസിക്കതിരും ചൂടി വന്നൊരു കൊച്ചു സുന്ദരിയായ പെൺകുട്ടി. കാതിലൊരു വലിയ ഹാങ്ങിങ്സും ഇരു കൈകളും നിറയെ കറുത്ത കുപ്പിവളകളും അല്ലാതെ മറ്റൊരലങ്കാരവും അവൾക്കില്ലായിരുന്നു. കൊള്ളില്ലേ ലക്ഷ്മിയമ്മേ? ഉമ്മറത്തേക്ക് കയറി ചെന്നിട്ട് അവിടെ അവളെയും കണ്ണും നട്ട് നോക്കി നിന്ന ലക്ഷ്മിയോട് അവൾ ചോദിച്ചു. ആദ്യമായിട്ട് അത്തൊരു നാടൻ വേഷം ധരിച്ചതിൻ്റെ സകല ചളിപ്പും അപ്പോൾ അവളുടെ മുഖത്തുണ്ടായിരുന്നു. കൊള്ളില്ലെന്നോ? ഇപ്പം എൻ്റെ കൊച്ചിനെ കണ്ടാലേ മഹാലക്ഷ്മിയെപ്പോലെ ഇരിക്കുന്നേ. എൻ്റെ കണ്ണ് കിട്ടാതിരിക്കട്ടെ പൊന്നിന്. പറച്ചിലിനോടൊപ്പം തന്നെ ലക്ഷ്മി അവരുടെ ഇരു കൈകൾ കൊണ്ടും പാറുവിൻ്റെ മുഖം ഒഴിഞ്ഞിട്ട് ഇരു ചെവികൾക്ക് മുകളിലായി വെച്ച് അമർത്തി ഞൊട്ട പൊട്ടിച്ചു. അത്രയ്ക്കൊക്കെ ഉണ്ടോ അമ്മേ? സ്വതവേയുള്ള നിഷ്കളങ്കത നിറഞ്ഞ മുഖത്തോടെ അവളൊന്ന് സംശയത്തോടെ ചോദിച്ചു. എൻ്റെ കൊച്ചിനെ ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോലും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പാറുവിനെ ആരെങ്കിലും കണ്ണുവെച്ചാലോ? അവരവളുടെ നെറുകയിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തിട്ട് പെണ്ണിൻ്റെ കണ്ണിലെ കരിമഷിയിൽ നിന്ന് ഇത്തിരി വിരൽ തുമ്പിൽ തൊട്ടെടുത്ത് ചെവിക്ക് പിന്നിലേക്കായി തൊട്ടുകൊടുത്തു. പോ ലക്ഷ്മിയമ്മേ. ആ കൗമാരക്കാരിയിലെ നാണം പൊടുന്നനെ പുറത്തേക്ക് വന്നു. എൻ്റെ കുഞ്ഞുവാ, ലക്ഷ്മിയമ്മ ഒരു കൂട്ടം കാണിത്തരാം. അവളെ അകത്തേക്ക് കൊണ്ടുപോയവർ അവൾ അനുസരണയോടെ തലയാട്ടിക്കൊണ്ട് അവരുടെ പിന്നാലെ ചെന്നു. ഇഷ്ടമുള്ളത് എടുത്തിട്ടോ. പാർവതിയെ അവരുടെ മുറിയിലേക്ക് കൊണ്ടുപോയി കട്ടിലിലേക്കായി ഇരുത്തി അലമാരയിൽ നിന്ന് ഒരു ആമാടപ്പെട്ടി എടുത്തുകൊണ്ടുപോയി അവൾക്ക് മുൻപിലായി വെച്ചു കൊടുത്തിട്ട് പുഞ്ചിരിയോടെ ലക്ഷ്മി ആവശ്യപ്പെട്ടു. ഇതൊന്നും എനിക്ക് വേണ്ടമ്മേ. അവൾ വിസമ്മതത്തോടുകൂടി തലയാട്ടിക്കൊണ്ട് അവരെ ദയനീയമായി ഒന്ന് നോക്കി. ഒന്നും പറഞ്ഞാൽ പറ്റില്ല. എൻ്റെ കുട്ടി ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ കൂടെ വന്നാൽ മതി. കെറുൻപോടെ പറഞ്ഞവരോട് അരുതെന്ന് വിലക്കാൻ അവൾക്കായില്ല. ഇതിട്ടാലോ? കുഞ്ഞൊരു പാലയ്ക്കമാല അതിൽ നിന്നെടുത്ത് പിടിച്ചുകൊണ്ട് അവൾ ലക്ഷ്മിയോട് അനുവാദം ചോദിച്ചു. നല്ല ഭംഗിയുണ്ടായിരിക്കും, ഇട്ടോളൂ. ലക്ഷ്മി തന്നെ അവളുടെ കയ്യിലിരിക്കുന്ന മാല പെണ്ണിൻ്റെ വെളുത്ത് നീണ്ട മൃദുലമായ കഴുത്തിൽ അണിയിച്ചു കൊടുത്തു. ഇപ്പോൾ ഒന്നുകൂടെ സുന്ദരയായി ലക്ഷ്മിയമ്മയുടെ പാറുമോള്. ഒരു മകളില്ലാത്തതിൻ്റെ നൊമ്പരം അവളിലൂടെ തീർക്കുകയായിരുന്നു ലക്ഷ്മി അപ്പോൾ. ഇനി പോകാം അമ്മേ. മുറിയിലെ നിലക്കണ്ണാടിക്ക് മുൻപിൽ നിന്നുകൊണ്ട് ദേഹം മൊത്തം ഒന്ന് ഒഴിഞ്ഞു നോക്കി തൻ്റെ സൗന്ദര്യം ഉറപ്പുവരുത്തിയിട്ട് പാർവതി അവളുടെ നേർക്ക് തിരിഞ്ഞു. പോവാം അമ്മേ. കട്ടിലിൽ വെച്ചിരുന്ന സ്വർണ്ണപ്പെട്ടി അലമാരയിൽ തിരികെ എടുത്തു വെച്ച് താഴിട്ട് പൂട്ടി താക്കോൽ മെത്തയുടെ അടിയിലേക്കായി ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം അവർ പാറുവിനോടൊപ്പം മുറിക്ക് പുറത്തേക്കിറങ്ങി. ഭദ്ര. ഹാളിലേക്ക് വന്ന ഉടൻ തന്നെ അവർ മകൻ്റെ മുറിയുടെ അടഞ്ഞു കിടക്കുന്ന വാതിൽ തട്ടി വിളിച്ചു. ദാ വരുന്നു. ആളിൻ്റെ ശബ്ദം അകത്തു നിന്നും അവർക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. പാറു വെറുതെ ഹാളിലെ ടിവിയുടെ അരികിലേക്കായി പോയി നിന്നതേയുള്ളൂ. ലക്ഷ്മി അമ്മയുടെ കൂടെ പോകാൻ താല്പര്യമുണ്ടെങ്കിലും ഭദ്രൻ കൂടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അവൾക്കൊരു വല്ലാത്തൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. തലേദിവസം അവൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് 2 ഡയലോഗ് അടിച്ചിട്ട് ഓടിയതാണ്. പിന്നീട് ഈ നിമിഷം വരെ ആളിൻ്റെ മുമ്പിൽ പോയി താൻ പെട്ടിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങേരുടെ പ്രതികാരം എങ്ങനെയാണെന്ന് പറയാൻ പറ്റുകയില്ല എന്നവൾ ഒട്ടൊരു പേടിയോടെ ഓർത്തു. ആ വിറയലിൽ അറിയാതെ തന്നെ അവളുടെ വലതുകരം ഇടത്തേക്ക് അവൾ പൊതിഞ്ഞു പിടിച്ചു. നീ ചെന്നില്ലാതെ ആ കുഞ്ഞിച്ചക്കൻ കേക്ക് മുറുക്കിയല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ ഭദ്ര? ഇപ്പോൾ തന്നെ താമസിച്ചു. വേഗം വാ. മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി നിന്നവനോട് ലക്ഷ്മി ഇത്തിരി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. തലേ ദിവസം നടന്ന സംഭവ വികാസങ്ങളുടെ പിരിമുറുക്കം ഇനിയും അമ്മയുടെ മനസ്സിൽ ബാക്കിയുണ്ടെന്നുള്ള കാര്യം ഭദ്രൻ അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. ഇറങ്ങിക്കോളൂ, ഞാൻ വീട് പൂട്ടി വന്നോളാം. അമ്മയോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് നോക്കിയപ്പോഴാണ് ഹാളിൻ്റെ വാതിലിനരികിൽ നിൽക്കുന്ന പാർവതിയെ അവൻ കണ്ടത്. കരിമ്പച്ച പട്ടുപാവാടയിൽ അതിമനോഹരിയായൊരു കൊച്ചു പെൺകുട്ടി. ഇപ്പോൾ അവളെ കണ്ട വിമലേച്ചിയുടെ കുഞ്ഞിലെയുള്ള രൂപമാണ് എന്നവൻ ഓർത്തു.
എങ്കിലും പാറുവിൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് ഓർത്തപ്പോൾ മാത്രം അവളോടപ്പോൾ തോന്നിയ ഇഷ്ടം മാഞ്ഞ് അവിടെ വെറുപ്പ് പടരുന്നത് അവൻ അറിഞ്ഞു. ഇവളും വരുന്നുണ്ടോ നമ്മുടെ കൂടെ? ഉള്ളിൽ നിന്നും നുരഞ്ഞു പൊന്തിയ ദ്വേഷ്യം അടക്കാനാവാതെ അവൻ ആരോടെന്നില്ലാതെ ഗർജിച്ചു. ഉണ്ട്. അവൾക്കരികിൽ ചെന്ന് നിന്ന് പെണ്ണിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ലക്ഷ്മി അതേ രീതിയിൽ തന്നെ അവനുള്ള ഉത്തരവും നൽകി. ഇത് നമ്മളുടെ ഫാമിലി ഫംഗ്ഷൻ അല്ലേ, അവിടെ ഇവക്കെന്താ കാര്യം? അമ്മയുടെ നേർക്കവൻ ചൂടായി. അതെന്താ, ബന്ധുക്കൾ മാത്രമേ ഒരു ഫംഗ്ഷന് കൂടുകയുള്ളോ? പരിചയക്കാരും പോകുന്ന പതിവുണ്ടല്ലോ. ഭദ്രൻ ചോദിച്ചത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവർ നീരസത്തോടെ മറുപടി ചോദിച്ചു. അതിനിവൾക്ക് അവിടെ പരിചയക്കാരായിട്ട് ആരാ ഉള്ളേ? ഭദ്രനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തവനെ പോലെ ലക്ഷ്മിയോട് കൊമ്പു ഓർത്തു. അതിപ്പോൾ നിനക്കറിയാവോ ഇവക്കവിടെ പരിചയക്കാരുണ്ടോ ഇല്ലയോ എന്ന്? അഭി വിളിച്ച് പ്രത്യേകം പറഞ്ഞുകൊണ്ട് മാത്രം ഇവളെ കൂട്ടാൻ ഞാൻ തീരുമാനിച്ച തന്നെ. അല്ലാതെ വിളിക്കാത്തിടത്തു സദ്യ ഉണ്ണുവാനായിട്ട് എൻ്റെ വിമലയുടെ കൊച്ചിനെ ഞാൻ കൊണ്ടുവന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഭദ്ര? ആരിഷത്തോടെ അത്രയും പറഞ്ഞിട്ട് അവർ പാർവതിയുടെ കൈയും പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. പോകുന്ന വഴി പാർവതി ഒന്ന് തിരിഞ്ഞു നോക്കി. ഇഞ്ചി കടിച്ച അണ്ണാനെ പോലെ തൻ്റെ നേർക്ക് കലിപ്പോടെ നോക്കി നിൽക്കുന്ന ഭദ്രൻ്റെ മുഖം കണ്ടിട്ട് അവൾക്ക് ചിരി പൊട്ടി. എങ്കിലും വന്ന ചിരിയെ കടിച്ചു പിടിച്ചിട്ട് വിജയശ്രീ ലാളിതയെപ്പോലെ അവനെ നോക്കി പുച്ഛത്തോടെ ഒരു നോട്ടം എറിഞ്ഞു. അത് മതിയായിരുന്നു ഭദ്രനിൽ അവളോടുള്ള വെറുപ്പിൻ്റെയും ദേഷ്യത്തിൻ്റെയും ആഴത്തെ ഒന്നും കൂടെ കൂട്ടുവന്മയില്ലാത്തവൻ്റെ ദുഃഖത്തെക്കുറിച്ച് അഭി തലേ ദിവസം പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും തലയ്ക്കുള്ളിൽ കിടന്ന് ഓളം വെട്ടുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനം എന്നോണം ബലമായിട്ട് തന്നെ അവൻ തൻ്റെ കണ്ണുകളെ അവളിൽ നിന്നും മാറ്റി. ഭദ്രൻ തലയൊന്ന് കുടഞ്ഞിട്ട് കണ്ണുകൾ ഇറുക്കി അടപ്പിടിച്ചുകൊണ്ട് കൈമുഷ്ടി രണ്ടും ചുരുട്ടിപ്പിടിച്ചു, ഒന്ന് സ്വയം നിയന്ത്രിക്കുവാനായി. ഇനി എന്താ താമസം, ഒന്ന് വേഗം ഇറങ്ങിക്കൂടെ? പോർച്ചിൽ കിടക്കുന്ന കാറിൻ്റെ പിൻസീറ്റിൽ നിന്നും അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൻ വീടിൻ്റെ താക്കോൽ കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. ഉള്ളിലുള്ള താപം തിളച്ചു മറയുന്നത് കൊണ്ടാവാം വീട് പൂട്ടാനായി താഴ് താക്കോലിലിട്ട് 2-3 പ്രാവശ്യം തിരിക്കേണ്ടി വന്നു. ശേഷം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു കൊണ്ട് കാറിൻ്റെ ഡോറ് ഒരു ഊക്കോടെ വലിച്ചടച്ചു. പോകുന്ന വഴി ആലങ്കല സ്വർണ്ണക്കടയ്ക്ക് മുന്നിലൊന്ന് നിർത്തിയേക്ക്, കൊച്ചിനെന്തേലും സമ്മാനമായിട്ട് വാങ്ങണം. വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കേട്ടു അമ്മയുടെ നിർദ്ദേശം. വെറുതെ ഒന്ന് മൂളിക്കൊണ്ട് കാർ മുന്നോട്ടേക്ക് എടുത്തവൻ അപ്പോഴും പുച്ഛ ചിരിയോടുകൂടി പുറകിലത്തെ സീറ്റിൽ അമ്മയോടൊപ്പം ഇരിക്കുന്നവളോടുള്ള പക അനുക്ഷണം അവനിൽ വളർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ചെമ്പകച്ചോട്ടിൽ കാത്തുനിന്ന ഒരുവളുടെ കണ്ണുകൾ അറിയാതെ ഒന്ന് ഈറനായി. ആദ്യമായിട്ട് ഭദ്രേട്ടൻ തന്നോട് യാത്ര പറയാതെ പോയതിൽ. അതോടൊപ്പം തന്നെ ആ ശരീരമില്ലാത്തവൾക്ക് ഒരുപാട് സന്തോഷവും തോന്നി. അവനറിയാതെ തന്നെ അവനിലുണ്ടാകുന്ന മാറ്റങ്ങളെ ഓർത്ത്. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. വേഗം വേഗം വായിച്ച് കമൻറ്റ് ചെയ്യാൽ എനിക്ക് എഴുതുവാനും തോന്നും. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും എൻ്റെ എഴുത്തിൻ്റെയും സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ. ബൈ ബൈ.